തന്റെ തലല്ലടോ. ആ പിന്നെ വഞ്ചിക്കാരനക്ക് പറ്റിയ വേഷണത്. കടത്ത് തോണിക്കാരാ കടത്ത് തോണിക്കാര. അയ്യോ ഇത് വീഴോ? അളിയനൻ എന്നിട്ടേ സെവനപ്പ് നോക്കണ എടുത്ത് അത് പിള്ളേരാണ്. അത് കവറിലിട്ടെ. ഇവിടെ വെള്ളല്ലേ ഇവിടെ ഒക്കെ. നല്ല വെള്ളമുള്ള സ്ഥലത്ത് ഇതാവുള്ളൂ. വെള്ളം അങ്ങനെ വെള്ളം പാടില്ല, ചെറിയ വെള്ളം, കുറച്ച് വെള്ളം. പിന്നെ അവിടെ നിന്ന് വീട്ടിലൊക്കെ പിടിപ്പിച്ചാലും വീട്ടിൽ പിടിയില്ല, ഇതിലേ പിടിയുള്ളൂ. ഉപ്പ് വേണല്ലേ? നോക്കിയ ഒരു എന്തോ ഒരു ജീവി ഇങ്ങനെ നിക്കണ മാതിരി അല്ലേ? രാത്രി കണ്ട ശരിക്കും പേടിയോ? ശരിക്കേ വഴിക്കും കൂടി ഇവിടെ വെട്ടിണ്ടാക്കണല്ലേ? അതിന്റെ ഇടയിൽ കൂടി അല്ലേ? ഇവിടെ ഇല്ലെങ്കിൽ നാട്ടിൽ കൂടെ ഒരു വഴിയും കൂടി വെട്ടിണ്ടാക്കണം അല്ലേ? ശരിക്കും പേടിയോ? രസരിക്കൂട്ടാ. നമ്മ ട്രെയിനിലൊക്കെ പോകുമ്പോ ട്രെയിനിന്റെ സ്റ്റെപ്പിൽ രാത്രി ശ്രദ്ധിച്ചോ, ശരിക്ക് മലകളെ നമ്മളെ എന്ത് ദിനോസരം കിടക്കണ പോലെ തോന്നും. അത് മറ്റേ ഗുഹയെ കൂടെ കയറി പോകുമ്പോ ശരിക്കും പേടിയാവും. അത് കറന്നു പണി കൊള്ളണ്ട. അത് അതിലേക്ക് കവറിലേക്ക് വെക്കുക. ഗ്ലാസ് കവറിലേക്ക്. പ്രകൃതി രമണീയമായ ഞങ്ങളുടെ തൃശ്ശൂരിന്റെ അഭിമാനമായ ചേറ്റുവ എന്ന് പറയുന്ന ഈ തീരത്ത് കണ്ടൽക്കാട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ആ പുഴയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ക്യാമറമാൻ സൈനുദ്ദീന്റെ കൂടെ വഞ്ചിക്കാരൻ ഉണ്ണി. ഉണ്ണി വഞ്ചിക്കാടൻ. അവിടെ സൗണ്ട് കേൾക്കണ്ടല്ലോ. അത് ശരി. അല്ല വഴിഞ്ഞ് വഴിയില്ല. പിന്നെ ഇവിടെ കൊടുന്ന് ഒരു പെണ്ണിനെ തകർത്തിട്ടാലും അല്ലാണ്ട് പിന്നെ ഇത് രസമുള്ളു. നല്ല കുപ്പിച്ചിലുണ്ടാവും. അതെ, ഞാനൊരു വെറൈറ്റി സാധനം നിങ്ങൾക്ക് എടുത്തരാം. വെറൈറ്റി അല്ല, ഇവിടെ കാല് താന്നു കൊണ്ട് ഒക്കെ റെഡിയാക്കാം നമുക്ക്. ഒരു കൂരി കൂരി എവിടെ തൊട്ടുന്ന സാധനം ഉണ്ടാവും. സാധനം ഞാൻ പൊളിച്ച് അല്ലേ? അയ്യോ, എന്റെ ആ സാധനം എടുത്ത് ആ കൂരി കാലിന്റെ അതന്നെ ചവിട്ടിയത്. ഇതെങ്ങനെ തിന്നണ? തിന്നണ തന്നെ അളിയ ഒരു കവർ എടുക്കാം. ഇതെങ്ങനെ തിന്നണ്ടേന്ന് പറയണ. അതൊക്കെ ഞാൻ പൊളിച്ച് ഒക്കെ വിധങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വായോ
ഇവിടുത്തെ ആവണില്ല. അളിയനെ കൈ പിടിക്കുന്നത്. അളിയ ഫുള്ള് കയറ്റ്. അളിയാ